എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ആമീസ് കുക്കറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിക്ക് വേണ്ടിയാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. സവാള ഒരു 4 എണ്ണം, ഒരു ചെറിയ ഉള്ളി, ഒരു തേങ്ങ, ഇത് ഒരു മുറി വെച്ചിട്ടുള്ളൂ, ഒരു അരമുറി നാരങ്ങ, 5-6 വറ്റൽമുളക് ആവശ്യമുണ്ട്, വെളുത്തുള്ളി, ജിഞ്ചർ ഒരു കഷ്ണം, പെരിഞ്ചീരകം ഒരു 2 ടേബിൾ സ്പൂൺ, ഏലക്ക, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി. ആവശ്യത്തിന് വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ തയ്യാറാക്കുന്നതാണ് രുചികരമായിരിക്കും. എല്ലാവരും ഈ കറി വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുക. കുറച്ച് ഉലുവ കൂടി വേണം. ഇത്രയും ഉലുവ നമ്മൾ വറക്കുമ്പോൾ അതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നത്. ഉപ്പാണ്, ഒരു പിടി ഉപ്പ് നല്ലതുപോലെ വിതറുക. ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് ഒരു അരമണിക്കൂർ വെച്ചേക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ക്ലീൻ ആവും. കണ്ടത് ചിക്കൻ എങ്ങനെ ക്ലീൻ ചെയ്യാൻ നല്ലതുപോലെ ഒന്ന് വിരകി ഇതുപോലെ വിരകി. ചിക്കൻ കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അത് തേങ്ങയാണ്, ഒരു തേങ്ങ തിരുവിയെടുത്തതാണ്, ഒരു തേങ്ങ. എൻ്റെ ഇവിടെ ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്ത ചെറിയ ഉള്ളി, ഉലുവയാണ്, ഇത്രയും ഉലുവ ഇടുക. വറ്റൽമുളക് 4 എണ്ണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പാചകം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. വെളുത്തുള്ളി കുറേ മൂത്ത് കഴിഞ്ഞു. തേങ്ങയും ഇതെല്ലാം കൂടി ഇട്ട് വറുത്ത് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എൻ്റെ ഇവിടെ മറ്റ് സാധനങ്ങൾ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, ചെറിയ ഗരം മസാല, പെരിഞ്ചീരകം ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നില്ല. പിന്നെ കറി റെഡിയാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടാം. ഒരു അല്പനേരം നല്ലതുപോലെ ചൂടാക്കിക്കൊള്ളും. വളരെ എരിവ് കുറച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. ഞാനിത് കുരുമുളക് എടുത്തിട്ടില്ലായിരുന്നു. ആവശ്യമുള്ള കുരുമുളക് കൂടി ചേർക്കാം. കുറച്ചുകൂടി നല്ല ടേസ്റ്റ്. കുരുമുളക് മറന്നുപോയി, ഇല്ലെങ്കിൽ കുരുമുളക് കൂടി ഞാൻ ആഡ് ചെയ്തത്. ചൂടോടുകൂടി മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ട് ഒരുപാട് സ്പ്രെഡ് ചെയ്ത് മുഖത്തൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. ചൂടുള്ള സാധനം ഒരു കാരണവശാലും വറുത്ത ഈ റോ ആയിട്ടുള്ള സാധനം മിക്സിയിലിട്ട് അടിക്കരുത്. തണുത്തതിന് ശേഷമേ അടിക്കാവൂ, ഇല്ലെങ്കിൽ മുഖമെല്ലാം വെന്തു പോവും. ചിക്കനെല്ലാം നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വേസ്റ്റ് അങ്ങനെ ഒന്നും ഒരിക്കലും എല്ലാം ക്ലീൻ ചെയ്ത് കിട്ടും. വഴറ്റിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. 4 സവാള മതി. നല്ലതുപോലെ വഴറ്റണം. ബ്രൗൺ നിറാവുന്നത് വരെ വഴറ്റിയെടുക്കും. അതിന് ശേഷം മാത്രമേ നമ്മുടെ
അരപ്പ് ഇതിനകത്തേക്ക് ഒഴിക്കാൻ പാടും. ബ്രൗൺ നിറമായ സവാളയിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മുതലായവ ഇട്ടൊന്ന് അല്പം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി അടുത്തൊരു വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റും. ഇതിനകത്തൊന്ന് ചൂടായി റെഡിയായി കഴിഞ്ഞാൽ മാത്രം ഒരു അല്പം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. അത് നീര് ഒഴിക്കുമ്പോൾ ഇതിനകത്ത് ഈ അരി ഉണ്ടാവും, അതിനെ നമുക്ക് കഴിക്കാത്ത തന്നെ എടുക്കാം. നാരങ്ങ ഒഴിച്ച് ചിക്കൻ കുറച്ച് സോഫ്റ്റായി കിട്ടും. നമ്മൾ നേരത്തെ വറുത്തരച്ച തേങ്ങ അരപ്പ് നമ്മൾ ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം അവിടെ പെരിഞ്ചീരകം നമ്മൾ നേരത്തെ പെരിഞ്ചീരകം ഇട്ടിട്ടില്ല. പച്ചപ്പെരിഞ്ചീരകമാണ് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഏതാണെന്ന് വെച്ചാൽ വറുക്കുന്നതിൻ്റെ കൂടെ ഇട്ട് വേണമെങ്കിൽ വറുത്ത് എടുക്കാം, അല്ലാതെ വേണമെങ്കിൽ അല്ലാതെ ഉപയോഗിക്കാം. തിളച്ച് വരുമ്പോൾ 2 തക്കാളി കൂടി ഇതിനകത്ത് വേണം. കല്ലുപ്പ്, ഒരു 3 തക്കാളി അരിഞ്ഞത്, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണം, സൂപ്പറായി. സാധാരണ ഞങ്ങളിവിടെ ചിക്കൻ കറി താളിക്കാറില്ല. ഇപ്പോൾ വറുത്തരച്ചതായതുകൊണ്ട് ഞാൻ അല്പം താളിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ താളിച്ചിടുക. കടു, ചോപ്പ് ചെയ്ത ചെറിയ ഉള്ളി, വറ്റൽമുളക് ഒരു 2 എണ്ണം, അണച്ചിട്ടിയ കറി, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പാചകം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.